ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ റെഡിയായി നിൽക്കുവാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മളൊരാൾ പറഞ്ഞു റെഡി ആയിട്ട് നിന്നു, ഞാനൊരു അടിപൊളി സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഞാനും എൻ്റെ മകനും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ റെഡിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. 4 മണിയായപ്പോൾ റെഡിയായില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം 5 മണിയോളമായി. ഒരു അടിപൊളി സ്പോട്ടാണ്, ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്തായാലും ഞങ്ങളിവിടെ ബോറടിച്ച് രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം. അപ്പം അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇവിടെ റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ആളിതുവരെ എത്തിയിട്ടില്ല. ആൾ വന്നതിന് ശേഷം ഏതാ സ്ഥലത്തോട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. കുറേ നാളുകൾക്ക് ശേഷം 5-8 വർഷം മുമ്പ് ഞാൻ എൻ്റെ വീഡിയോ എടുത്തോണ്ടുണ്ടായിരുന്നതാണ്. പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ഫ്ലോ അങ്ങ് പോയി കിട്ടി. ഇപ്പം നമുക്കൊന്നും കൂടെ യൂട്യൂബ് ചാനൽ ഒന്നും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാമെന്ന് തോന്നിയിട്ടാണ് ഇപ്പം ഞാൻ പിന്നെയും ഇന്നൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പം ഞാൻ വീഡിയോ എടുത്തേക്കുന്നത്. എനിക്ക് പിന്നെ ഇങ്ങനെ ഓടിച്ചാടിക്കൊണ്ട് നടക്കുന്നത്, എവിടെയെങ്കിലും ഇരുന്നിട്ടുള്ള പരിപാടി ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇവിടെ വെയിറ്റ് ചെയ്ത് പുറത്തിങ്ങനെ ഇരിക്കുക. ആളിതുവരെ എത്തിയിട്ടില്ല. അപ്പം ആ സ്ഥലത്തോട്ട് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഞാനും കൊച്ചു മര്യാദയ്ക്ക് പാർക്കിൽ പോയിക്കോളാന്ന് പറഞ്ഞു. ഇപ്പോൾ പോയായിരുന്നെങ്കിൽ നമ്മൾ പാർക്കിലെത്തിയേന്. ഇപ്പോൾ ഏകദേശം 5:30ആയി. പക്ഷേ ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ സ്ഥലമാണ് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവൻ്റെ അവിടെ കുറേ നേരമായിട്ട് അവൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. സിനിമയ്ക്ക് പോയാൽ മതിയായിരുന്നു, പക്ഷെ നല്ല സിനിമയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഞാൻ വീഡിയോ ഇടുന്നത് ചിലവർക്കും ഇത്ര ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് കുഴപ്പമില്ല. പണ്ട് ഞാൻ എപ്പോഴും വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പം എല്ലാവരും നമ്മുടെ ഫാമിലിയിലുള്ളവരായാലും അല്ലാത്ത കുറേ പേരൊക്കെ പറയുമായിരുന്നു, അവർക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവിടെ എന്താണ് കിടന്ന് കാണിക്കുന്നത്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് വീഡിയോസ് ഇടുന്നത്. അത് നിങ്ങൾ കാണണമെന്നോ എന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ കണ്ടാലും ഇല്ലെങ്കിലും എത്ര വ്യൂസ് ഉണ്ടെങ്കിലും എത്ര സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ വലിയ സെലിബ്രിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇടുന്നേ ഉള്ളൂ. അതിപ്പം ഞാൻ 5-6 വർഷം മുമ്പ് 2018-19 ആ സമയത്ത് ഞാൻ കണ്ടിന്യൂസ് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത്യാവശ്യം ഒരു നല്ല ചാനലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൊറോണ അങ്ങനെയൊക്കെ വന്നു, പിന്നെ ജോലി അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് ബോറടിച്ചിട്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത്. ഇപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ആലോചിച്ചു, വീഡിയോസൊക്കെ ഇട്ടാൽ എന്താ, ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഒരു രസമല്ലേ, നമുക്ക് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് വീഡിയോസ് എടുത്തിടാമെന്ന് വിചാരിച്ചേക്കുന്നത്. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ചാമ്പയ്ക്ക. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. 2 ദിവസം കൂടെ കഴിഞ്ഞ് നല്ലപോലെ പഴുക്കും. അപ്പം നമുക്ക് പറിക്കാം. അപ്പം ഇതൊക്കെ നോക്കി നിന്ന സമയത്ത് ഇതേ പറഞ്ഞ ആളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകി. ഇനി പോയി കഴിഞ്ഞാൽ ആ സ്ഥലം കാണാൻ പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാം. പോകുന്ന വഴിക്ക് നമുക്ക് വേറെ 2 ആൾക്കാരെയും കൂടെ പിക്കാനുണ്ട്. അപ്പം അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം ഞങ്ങൾ ഒന്ന് പോയിട്ട് വരാം. അപ്പം ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ വെച്ച് നല്ല അടിച്ചു പൊളിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ സമയം ഒരുപാട് വൈകി. അവിടെ കയറ്റി വിടുമോ എന്നൊന്നും അറിയില്ല. പുറത്ത് കാണുമ്പോൾ നല്ല വെട്ടമുണ്ട്, പക്ഷെ 6 മണിയോളം ആയായിരുന്നു. 6 മണി കഴിഞ്ഞായിരുന്നു. അപ്പം ഇങ്ങനെ ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അവനാണ് ഫ്രണ്ട് സീറ്റ്, അവന് വേണം. അപ്പം ഞങ്ങളിങ്ങനെ സ്ഥലത്തെത്തി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം അതേ അവിടെ പുറകിൽ ഒരു സ്കൂൾ കണ്ടപ്പോഴത്തേന് ഞാൻ കൊച്ചിനോട് പറഞ്ഞു, ഇതാണ് നിന്റെ അച്ഛൻ പഠിച്ച സ്കൂളെന്ന്. അപ്പോൾ ഹൈസ്കൂളോ എന്തോ ഒരു സ്കൂളാണ്, അവർ പഠിച്ച സ്കൂളാണ്. എപ്പോഴും എന്നെ കാണിച്ചു തരും. 2 പേരെയും കൂടെ നമുക്ക് നമ്മുടെ ഒപ്പം കൂട്ടാനുണ്ട്. അപ്പോൾ അവരെ വിളിക്കാനായിട്ട് നമുക്ക് അവരുടെ വീട്ടിലോട്ട് പോകാം. പിന്നെ അവരെ ഞങ്ങൾ കൂട്ടി ഇതേ നേരെ വിട്ടു. ഇതൊരു ചോറ്റാനിക്കര സൈഡുള്ള ഒരു സ്ഥലമാണ്. ഇത് കറക്റ്റ് ഞങ്ങൾ എത്തിയപ്പോഴത്തേന് റെയിൽവേ ഗേറ്റും ക്ലോസ് ആയി. പിന്നെ അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നെ ഒടുവിൽ ഗേറ്റ് ഓപ്പൺ ആയി, ഞങ്ങൾ പോയി. അപ്പം തന്നെ നിങ്ങൾക്ക് പുറത്ത് നോക്കിയാൽ അറിയാം, ഒരുപാട് ഇരുട്ടായി. 6:30-7 മണിയോളം ആവാറായി. ഞങ്ങൾ ആ സ്പോട്ടിലോട്ട് എത്താറായപ്പോഴത്തേനാണ് നമുക്ക് മനസ്സിലായത്
അവിടെ റോഡ് പണി നടക്കുവാണ്, അപ്പുറത്തേക്ക് ആരും കയറ്റി വിടത്തില്ലെന്ന്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു പാടവും അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് എല്ലാവരും കൂടെ ഒന്ന് സംസാരിച്ചു. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് നേരെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും നമുക്കിത് ഈ റെയിൽവേ ഗേറ്റ് വന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങി, എന്തായാലും ഇവിടെ വരെ വന്നതാണ്, നമുക്ക് ട്രെയിൻ പോകുന്നെങ്കിലും കണ്ടിട്ട് വരാമെന്ന് കൊച്ചിനെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചു. ട്രെയിനിൽ കയറി മടുത്ത ആൾക്കാരാണ് ഞങ്ങൾ, എന്നാലും കൊച്ചിന് ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ വന്നവർക്കാണെങ്കിൽ അവരുടെ ഫേസ് വീഡിയോയിൽ കാണിക്കരുത് എന്ന് ഒറ്റ നിർബന്ധം. അവർ പറഞ്ഞു ഞങ്ങളെ കാണിക്കാനാണെങ്കിൽ ഞങ്ങൾ വരത്തില്ല, അതുകൊണ്ട് അവരെ ഒന്നും വീഡിയോയിൽ കാണിക്കാനേ സമ്മതിക്കുന്നില്ല. കണ്ടില്ല, എല്ലാവരും ഫേസ് ഹൈഡ് ചെയ്ത് അപ്പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് മാറുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണം നിങ്ങളുടെ കാലെങ്കിലും കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ വീഡിയോയിൽ നിറഞ്ഞു നിന്നിട്ട് കാര്യമില്ലല്ലോ, ഇവരാരും അവരുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേതേ ആ ട്രെയിൻ വന്നു. ഈ ട്രെയിൻ വന്നതിന് ശേഷം വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ജസ്റ്റ് ഇവിടെ ട്രെയിനൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം നിന്നു. ഞങ്ങൾ എവിടെയോ കൊണ്ടുപോകുന്നു പറഞ്ഞു. എന്നിട്ട് ഈവനിങ് വ്ലോഗ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഓർത്തത് അമ്പലത്തിൽ ഉത്സവമാണല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് കയറാമെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഞങ്ങൾ റോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പരിപാടികളൊക്കെ ഏകദേശം തുടങ്ങി. അപ്പം നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ നമ്മുടെ വീടിനടുത്ത് 5 മിനിറ്റ് പോലും ഇല്ല അമ്പലത്തിലോട്ട്. നേരെ നമ്മൾ അമ്പലത്തിലോട്ട് പോയി. അപ്പം നമ്മുടെ ഒപ്പം വന്ന 2 പേര് അവരവരുടെ വീട്ടിലേക്ക് ഇറങ്ങിയായിരുന്നു. പിന്നെ ഞാനും അനിയനും കൊച്ചും ഞങ്ങൾ ഇത്രയും പേരാണ് അങ്ങോട്ടേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ പരിപാടികളൊക്കെ തുടങ്ങിയായിരുന്നു. ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരമായില്ല ചുറ്റിപ്പറ്റിയൊക്കെ നടന്നു. പിന്നെ അമ്പലമാണല്ലോ, അറിയാലോ, ഉത്സവമാകുമ്പോൾ കടകളും സംഭവങ്ങളൊക്കെ കാണും. നമ്മളതിലേക്ക് കുറച്ച് നേരം അതിലേക്ക് നടന്നിട്ട് പിന്നെ അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. എങ്ങനെയെങ്കിലും സമയം പോകണമല്ലോ, എന്തായാലും ഇറങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് ഈ അമ്പലത്തിലെങ്കിലും കുറച്ച് നേരം കറങ്ങി അടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പണ്ടത്തെ ഓർമ്മ വന്നു. മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് 5-8 വർഷം മുമ്പ് കല്യാണത്തിന് എന്തോ മൈലാഞ്ചി ഇട്ടതാണ്. അതിനുശേഷം മൈലാഞ്ചി ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം, അങ്ങനെ ഇതും ഒന്ന് കയ്യിലൊക്കെ ഇട്ട് തന്നു ആ ചേട്ടൻ. ഇട്ട് തന്നതിന് ശേഷം എന്തോ പണ്ടത്തെ ഇങ്ങനെ ഓർമ്മകളൊക്കെ വരത്തില്ല, അതേപോലെ നല്ല രസമായിരുന്നു. പിന്നെ ഈ കൊച്ചിന് ആവശ്യമുള്ള എന്തോ കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ചു തന്നു, അതൊക്കെ നോക്കി മേടിച്ചു. പിന്നെ മെയിൻ സംഭവം ഐസ്ക്രീം ആണല്ലോ അവിടുത്തെ താരം. പിന്നെ ഐസ്ക്രീം ഇല്ലാണ്ട് എന്ത് ഉത്സവം. അപ്പോൾ ആ 2 ഐസ്ക്രീമും വാങ്ങി കഴിച്ചു. അപ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പം ഒരുപാടൊന്നും അവിടെ നിന്ന് കഴിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ അതിലേ ഞങ്ങൾ കുറച്ച് നേരം നടന്നു. അപ്പോഴാണ് മനസ്സിലായി ഇവിടെ 10-12 മണിയൊക്കെ ആകുമ്പോൾ വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന്. എന്നിട്ട് ഞങ്ങൾ അതിലേ കുറച്ച് പിന്നെയും ചുറ്റി. അങ്ങനെ ഇതിനെക്കുറിച്ച് എനിക്ക് അധികം സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഇട്ടത്. എന്തൊക്കെയോ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സമയം നോക്കുമ്പോൾ തന്നെ 1 മണി കഴിഞ്ഞായിരുന്നു. അപ്പോൾ വീട്ടിൽ പോകാമെന്ന് കുറേ നേരമായിട്ട് പറയുന്നു. പക്ഷേ ഞങ്ങൾക്കാർക്കും ഉറക്കവും വരുന്നില്ല. ഇന്ന് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ അവിടെ നിന്ന് മടുത്തു. ഞങ്ങൾ 2 മണി വരെ അവിടെ നിന്നു പരിപാടിയൊക്കെ കണ്ടുകൊണ്ട്. എന്നിട്ട് ഇനി നാളെ വർക്കൊക്കെ ഉള്ളതല്ലേ 2 പേർക്കും. അപ്പോൾ പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പരിപാടി തീർന്നില്ല, രാവിലെ 5 മണിയോളം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവൻ എൻ്റെ കണ്ണിൽപ്പെട്ടത്. അവൻ നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല, നേരെ നമുക്കൊരു ചായ കുടിച്ചിട്ട് കഴിഞ്ഞ ദിവസം അവിടെ പുതിയതായിട്ട് സ്റ്റാർട്ടായിട്ടുള്ളൊരു ചെറിയൊരു ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി. അങ്ങനെ ഞങ്ങളവിടെ നിന്നു, ചായ റെഡിയാക്കിക്കൊണ്ടുണ്ട്. ചായ ആയ ഉടനെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് പോയി കിടന്നുറങ്ങണമല്ലോ, അതാണല്ലോ മെയിൻ പരിപാടി. നാളെ രാവിലെ പിന്നെയും പോകണ്ടേ. കൊച്ചു നോക്കിയപ്പോൾ അവന് ഉറക്കമില്ല, ഒന്നുമില്ല. അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, അതിൽ കയറിയിരുന്ന് അവൻ
ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനും എന്ത് ചെയ്തു, അവനൊരു കമ്പനിക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് അവൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കയറി. അപ്പം ഇപ്പുറത്തെ ഒരാൾ ഒറ്റയ്ക്കാണ്. അപ്പം ഇവിടെ രണ്ടുപേർക്കും കമ്പനി കൊടുക്കണമല്ലോ. അപ്പം ഇവിടെയും വന്നു. ഞങ്ങൾ ചായ രണ്ടുപേരും കുടിച്ചു. ഞാൻ കട്ടൻ ചായ കുടിക്കാറില്ല, പിന്നെ ഒരു കമ്പനിക്ക് വേണ്ടി കുടിച്ചതാണ്. ഞങ്ങളെപ്പോൾ കട്ടൻ ചായ കുടിക്കാൻ വന്നത്. മധുരം കുറവുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെ പരിപാടിയും കാര്യങ്ങളും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ഈവനിങ് വാക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങി ഞങ്ങളാണ് പാതിരാത്രി നമ്മളാണ് വീട്ടിൽ കയറി ചെല്ലുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.